ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ 7ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നിബന്ധനകളിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഉത്തരങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുക, യൂട്യൂബിലേക്ക് അയക്കരുതെന്നുള്ളത്. പല പ്രിയപ്പെട്ടവരും ഇപ്പോഴും യൂട്യൂബിൽ തന്നെയാണ് ഉത്തരം അയക്കുന്നത്. ആ ഉത്തരങ്ങൾ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഉത്തരം അയച്ചിട്ട് ശരിയാണോ എന്ന് ചോദിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ തന്നിരിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ ലൈക്ക് ബട്ടൺ കിട്ടുകയില്ല. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ ഭാഷയിൽ വിധവ വഴിപാടിട്ടത് എന്താണ്? നമുക്കറിയാം, വിധവ വഴിപാടിട്ടത് 2 വെള്ളിക്കാശാണ്. എന്നാൽ യേശുവിൻ്റെ ഭാഷയിൽ എന്ന് ചോദ്യത്തിൽ എടുത്തു ചോദിച്ചിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 4-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് യേശുവിൻ്റെ ഭാഷയിൽ ഉപജീവനം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുവിശേഷങ്ങളിൽ 4ാമത്തെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ നിന്ന് തുടങ്ങുന്ന 2 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. ഒന്ന് ഉൽപ്പത്തിയും, രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷവും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നാം പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമകാലത്ത് ഒരു പ്രവാചകൻ ചെയ്ത സംഭവങ്ങൾ നടന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി യേശു ആ ഭാഗത്ത് പറയുന്നതായി കാണുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്: 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ യേശു പറഞ്ഞ പഴയ നിയമ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമകാലത്ത് ഒരു പ്രവാചകൻ ചെയ്ത സംഭവങ്ങളിൽ നടന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി യേശു പറയുന്നതായി കാണുന്നു. ആ പ്രവാചകൻ ആരാണ്? സംഭവം എന്തായിരുന്നു? നമ്മുടെ ഇന്നലത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ബിനുമോൾ റോജിയാണ് 10:05 ഉത്തരം അയച്ചിട്ടുണ്ട്. രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റിജി രാജു ആണ്. 10:05 തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസി SL. 10:05 തന്നെയാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. എൻ്റെ ഫോണിലേക്ക് ഉത്തരം വന്നതിൻ്റെ ഓർഡർ കൂടി ഒന്ന് കാണിക്കുന്നു. 1, 2, 3 സ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി ശരി ഉത്തരം അയച്ച എല്ലാവർക്കും 2 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.